ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ. അങ്ങനെ ബാലചന്ദ്രനെ കാണാനായിട്ട് നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ നമ്മുടെ രാജീവനും കൂടെ ചെന്നു. ഏതായാലും ബാലചന്ദ്രൻ പറയുന്നത് 30 ദിവസമെങ്കിൽ 30 ദിവസം അവന്മാർ ജയിലിൽ കിടക്കട്ടെ, നമ്മൾ പഠിക്കാൻ വിട്ടതല്ലേ, എന്നിട്ട് അവന്മാർക്ക് അത് പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ ഇപ്പം ജയിലിലെ കോഴ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ കോഴ്സൊക്കെ ഒന്ന് കഴിഞ്ഞ് പഠിച്ചിറക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പഠിക്കും, അത് മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവന് താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഈ 30 ദിവസം ജയിലിൽ പോയി കിടന്നാലും, അതുമല്ല ഇനിയിപ്പോൾ 5 വർഷം ജയിലിൽ പോയി കിടന്നാലും ജയിൽ പുള്ളി എന്ന് ജയിൽ പുള്ളി തന്നെയല്ലേ. അപ്പം പുറത്തിറങ്ങി വരുമ്പോൾ ആ ഒരു നാണക്കേട് എപ്പോഴും ഉണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശിവൻ പറയുന്നത്, അത് പിന്നെ ബാലചന്ദ്ര അങ്ങനെ 30 ദിവസം ജയിലിൽ പോയി കിടക്കാമെന്ന് വെക്കാം, പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോഴുള്ളൊരു അവസ്ഥയെ, ജയിലിൽ പോയി കിടന്ന ഒരു പേരൊരിക്കലും തേഞ്ഞു മാഞ്ഞു പോകത്തില്ല. അവന്മാർക്കൊരു ജീവിതം ഉണ്ടാകുമോ? ജീവിതം ഉണ്ടാകണ്ട, എന്തിനാണോ ഇവനൊക്കെ ജീവിതം ഉണ്ടാവുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇത്രയും വളർത്തി ഉണ്ടാക്കി വലുതാക്കി വന്നിട്ട് അവന്മാർക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാ അവന്മാർക്ക് ജീവിതം? കുറച്ചങ്ങോട്ട് അനുഭവിക്കട്ടെ. ഈ പറയുന്ന നീയും ഞാനും ഒക്കെ ഒരുപാട് അനുഭവിച്ചതല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ നിലയിലെത്തിയത്. അവന്മാർക്ക് ആ ഒരു കഷ്ടപ്പാടിന്റെ വില അറിയത്തില്ല. സുഖിച്ചു, പണം കണ്ടു, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും സൗകര്യങ്ങളും ഒക്കെ കിട്ടി അവന്മാർക്ക് സുഖം കൂടി പോയിട്ടാ. അതുകൊണ്ട് കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കുമ്പോഴത്തേക്കും വിവരം അറിഞ്ഞോളും, പഠിച്ചോളും. ഏതായാലും ഇപ്പം എനിക്ക് വേറൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല, അപ്പുറത്ത് കിടക്കുന്ന ഒരാളെ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വൈജയനെ കണ്ടായിരുന്നു. എന്തു പറ്റി? അഹങ്കാരത്തിന് തെല്ലും കുറവൊന്നും ഇല്ലല്ലേ? ഇപ്പോഴും അഹങ്കാരത്തിന്റെ മൂർച്ഛന്യാവസ്ഥയിലെത്തി തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്. അത് അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം അലീന കാരണമാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ കാണുമല്ലോ. അലീന വന്നതിന് ശേഷമല്ലേ സത്യം പറഞ്ഞാൽ ബാലചന്ദ്ര ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതോ? ഓ, അപ്പൊ ഇതും അലീനയുടെ തല മണ്ടേ കൊണ്ട് വെക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? സ്വന്തം പെങ്ങളെ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അലീന വീട്ടിൽ കയറി വരത്തുമില്ലായിരുന്നു. അലീനയെ കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ശല്യവും ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവള് വളർന്നത് അവളുടെ കൂടെ അല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാതെ ഓർഫനേജിൽ അല്ലാതെ അവളുടെ കൂടെയാണ് അലീന വളർന്നിരുന്നത് എങ്കിൽ ഒരു തോന്നിവാസി പെണ്ണായിട്ട് മാറിയനെ, ബബിതേനെ പോലെ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. ശിവനും അതുപോലെ നമ്മുടെ രാജീവനും എല്ലാം കേട്ടുകൊണ്ട് മിളങ്ങസ്യാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലും ഒന്ന് നോക്കണമല്ലോ. ഇങ്ങനെ പോയാൽ പോരല്ലോ, പറ്റുന്നവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ അലീനയ്ക്ക് ആ ഒരു DYSP ആയി ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. ആ വഴി ഒന്ന് നോക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രമിക്ക് പറ്റുന്ന അത്രയും ശ്രമിച്ചിട്ട് ഒടുവിലേ അവന്മാർ ജയിലിൽ തന്നെ പോകേണ്ടി വരും. എൻ്റെ മകനെ എനിക്ക് പുറത്തിറക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ശിവൻ നാട്ടു വിളിക്കുന്നത്, സോറി ശിവേട്ടൻ എന്നല്ല, ശിവ ഈ പറയുന്നത് വേറൊന്നും കൊണ്ടുമല്ല. അവന്മാർ പഠിക്കട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. എൻ്റെ മകനാണ്, അവൻ്റെ ജീവിതവും ഭാവിയും എല്ലാം ഞാനും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ 30 ദിവസമെങ്കിൽ 30 ദിവസം ജയിലിൽ അവന്മാർ കിടന്നേ പറ്റൂ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. ആരെയും രക്ഷിക്കാനോ ആരെയും ശിക്ഷിക്കാനോ എനിക്കിപ്പം നിർവാഹമില്ല. ഞാൻ ഈ ഒരു തീരുമാനത്തോട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് എന്ന് പറയാണ്. ഏതായാലും ഇവർ രണ്ടുപേരും ഈ ഒരു സമയത്ത് ഇറങ്ങിപ്പോയി നേരെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നുടനെ കമല ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് പിന്നെ ശിവേട്ട കണ്ടോ, ഹരീനെ കണ്ടോ, അവനെ നിങ്ങൾ കണ്ടോ, അവൻ്റെ കോലം കണ്ടില്ലേ, അവനാകെ ആളാകെ മാറിപ്പോയില്ലേ എന്ന്. അപ്പം രാജീവ് പറഞ്ഞ് എങ്ങനെ മാറിപ്പോവാതിരിക്കും എൻ്റെ പൊന്നു കമലയിടത്തി, പറയാതിരിക്കാൻ വയ്യ. അവനൊക്കെ ആൾ മാറിയില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം. ദേ കമലയിടത്തിയുടെയും ശിവേട്ടൻ്റെയും മോനൊക്കെ ആയിരിക്കാം, പക്ഷെ അവൻ കാണിച്ച കന്നന്തിരിവിന് പോലീസുകാർ ഇഞ്ചം പരുവാക്കിയില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടും രോഷോകുലരായി നിൽക്കുക. എന്താ, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കേസാണോ? അതും ഹരി ചെയ്ത് ചെറ്റത്തരമല്ലേ, വെറും ചെറ്റത്തരം. അവൻ്റെ കാമുകിയാണ്, അവൻ തന്നെയാണെങ്കിലും പ്രശ്നമില്ല. ഇത് കൂട്ടുകാരന് കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മ്ലേച്ഛത്തരമാണ്, എന്തൊരു നാണക്കേടാണ്. ഇതൊക്കെ അവൻ എവിടെ നിന്ന് പഠിക്കുന്നു? വീട്ടിലെ ശ്രദ്ധയില്ലായ്മ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കമലേ, ദേ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ വളർത്തുദോഷം തന്നെയാ. ദേ അവൻ ഉണ്ടായ സമയം മുതലേ ഞാനങ്ങ് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുക. ഞാൻ 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ വന്ന് 10 ദിവസം ഇവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കി ഉത്തരവാദിത്വം മുഴുവൻ നിനക്കായിരുന്നു. അവനെ വളർത്താനും പഠിപ്പിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും നേർവഴി കാണിക്കുവാനും എല്ലാം. എന്നിട്ട് നീ എന്ത് ചെയ്തു? മനു പറയുന്നത്
പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? വളം വെച്ച് അങ്ങോട്ട് കൊടുക്കുകയല്ലായിരുന്നോ? വളം വെച്ച് ഈ വിധം ഇപ്പൊ വളർന്നില്ലേ? നാണക്കേടാ, പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ഓരോരുത്തരുടെ തുറിച്ചു നോട്ടം ഉണ്ടല്ലോ. പിന്നെ ഗ്ലാസ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു വണ്ടിയിൽ. മറ്റുള്ളവരുടെ മുഖം കാണാതിരിക്കാം. ഇനിയിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ വെളിയിലിറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. നാണക്കേട് എല്ലാം. ബലാത്സംഗ വീരന്റെ അച്ഛൻ പോകുന്നു എന്ന് എല്ലാവരും ചൂണ്ടുക ഞങ്ങളുടെ നേർക്ക്. എങ്ങനെയാ സമാധാനം കിട്ടുന്നത്? ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായി പോയില്ലേ നശിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് പുറത്തോണ്ട് അങ്ങ് പോയപ്പോഴത്തേക്കും ശിവൻ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ കമല രാജീവിനോട് പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും രാജീവ, അവനെ ഞാൻ പ്രസവിച്ചു പോയില്ലേ? പ്രസവിച്ച ആ ഒരു വേദന എന്നിൽ നിന്ന് മാറുമോ? അവന് എൻ്റെ മോനല്ലേ, എൻ്റെ വയറിൻ്റെ വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാജീവ അവനെ രക്ഷിക്കണം. എൻ്റെ ഹരി, അവൻ വെറും പാവം. എൻ്റെ പൊന്നു കമലടുത്ത് ഇനിയും അവൻ വെറും പാവയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പാവയും വന്നിരിക്കുന്നു. അവൻ കാണിച്ച കന്നതിരിവിന് ഞാൻ പറഞ്ഞല്ലോ, ഇതല്ലായിരുന്നു കിട്ടേണ്ടത്. നാട്ടുകാരുടെ മുമ്പിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഉണ്ടല്ലോ ഇല്ലാതാക്കി കളയും. അതുപോലെയാ നാട്ടുകാരെ ഇളകിയിരിക്കുന്നത്. ബാലചന്ദ്രന്റെ 2 കടയും അടച്ചിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? അത് നശിപ്പിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ചീമൊട്ടയും കല്ലും കമ്പും കോലും എല്ലാം എറിഞ്ഞ് കടയും നശിപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് എല്ലാവർക്കും. അതുകൊണ്ട് ആ ഷട്ടർ താത്തിയിട്ടിരിക്കുന്നത്. വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് മകൻ നല്ലതാന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുടുംബത്തിലെ ഒരാൺതരിയല്ല 2 ആൺതരിയാ, ഓർത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജീവനും അങ്ങ് പോയി കേട്ടോ. ഏതായാലും കമല ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹരീനെയും രോഹിത്തിനെയും കൂട്ടുകാരെയും കൂടെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം വന്നിരിക്കുകയാണ്. ഏതായാലും ഇവന്മാരെ കുളിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് പോലീസുകാരെല്ലാവരും കൂടെ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും ഷർട്ടൊക്കെ എടുത്ത് ഇരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ടാണല്ലോ ആ ഒരു ജയിലിനകത്ത് കിടന്നത്. ഇപ്പൊ ട്രൗസറൊക്കെ മാറ്റിയിട്ട് ഷർട്ടൊക്കെ ഇടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ലല്ലോ, ഈ പോലീസുകാരെ തല്ലിയിട്ടില്ല, അവര് ദേഹോപദ്രവം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം പാടുകളൊന്നും ഇല്ല. അവന്മാർക്ക് ആ ഒരു ഇതറിയാം. പാടുകൾ ഉണ്ടാക്കാതെ എങ്ങനെയാ തല്ലേണ്ടതെന്ന് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇഞ്ചം പരുവായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് രോഹിത്തും ഹരിയും അവന്മാരും ഒക്കെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പം വളരെയധികം എന്താ പറയുക, ഇപ്പോൾ 2 പോലീസുകാർക്കോ 3 പോലീസുകാർക്കോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. നാട്ടുകാരൊക്കെ ഇളകൂല. അപ്പോൾ ഒത്തിരി പോലീസുകാർ അവിടെ ഉണ്ട്. അപ്പോൾ കുറേ പോലീസുകാരും വലിയൊരു പോലീസ് വണ്ടിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യപ്രയൊക്കെ നടത്തണമല്ലോ. അപ്പോൾ ഒത്തിരി പോലീസുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും വലിയൊരു കേസാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവന്മാരെ ജയിലിൽ നിന്ന് ഇറക്കുകയാണ്. കോടതിയിലേക്ക് നിന്നെ കൊണ്ടുപോകുകയാണ്. ഇവിടെ നിന്ന് മിക്കവാറും 14 ദിവസത്തെ റിമാൻഡിന് ഇനിയും ഞങ്ങളുടെ കൈ കിട്ടിയാൽ നിന്നെ നിങ്ങളെ ഇഞ്ചമ്പരുവോ ആക്കും. ഏതായാലും ഇന്ന് മിക്കവാറും നിങ്ങൾ ജയിലിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരിയെ വിളിച്ചിറക്കും. നിങ്ങൾ വാടാന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിലൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ വലിച്ചിറക്കുകയാണ്. മറ്റോമാരെ വിളിച്ചിറക്കുമ്പോഴത്തേക്ക് രോഹിത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക. രോഹിത് ഇറങ്ങി വരുന്നില്ല. രോഹിത്തിന് ജയിലിൽ പോകുകയെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു പേടി. അപ്പോൾ രോഹിത് വരുന്നില്ല. അപ്പോൾ രോഹിത് അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നിനക്ക് ഇത്ര പ്രത്യേകത? നിന്നോടല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു? മര്യാദയ്ക്ക് ഇറങ്ങി വാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്ന് രോഹിത് പറയുന്നുള്ളൂ. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ കോടതി തെളിയിച്ചോളൂടാ, ഇറങ്ങി വരാനാ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവന്മാരെ വലിച്ച് എടുത്തു കൊണ്ടുപോവാണ്. അപ്പം അവിടെ മൊത്തം മീഡിയക്കാരുണ്ട് കേട്ടോ. മീഡിയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ വരെ മീഡിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ ക്യാമറ വരെ ഉണ്ട് കുറേ പേരുടെ കയ്യിലും. അതുപോലെ മീഡിയക്കാരും എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ട്. അതിന് പോരാഞ്ഞിട്ട് ഒത്തിരി ജനങ്ങളും. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഈ പ്രതികളെ കൊണ്ടുപോകുക എന്നത് നിസ്സാര കേസല്ല. അപ്പോൾ ഇവന്മാർ കുറച്ച് പ്ലാൻ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. CIയും SIയും കോൺസ്റ്റബിൾമാരും ഒക്കെ ചേർന്നിട്ട് പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഒരു സജ്ജീകരണമൊക്കെ ഒരുക്കണമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇവന്മാരെ അവിടെ നിന്ന് ഇറക്കുകയാണ്. ഇവന്മാരെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നതും പത്രക്കാരൊക്കെ വന്നു. അതിനോടൊപ്പം അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്ന് തടിച്ചുകൂടി ഇവന്മാരെ ഉപദ്രവിക്കാനായിട്ട് കയറി വരികയാണ്. അപ്പോഴത്തേക്ക് പോലീസുകാർ നമ്മൾ ഈ TV കാണുന്ന പോലെയൊക്കെ തന്നെ പ്രതികളെ കൊണ്ടുപോകുമ്പം ഈ ജനങ്ങൾ അവരിളകുമല്ലോ. അതും ഇങ്ങനെയുള്ള കേസൊക്കെ ആകുമ്പോഴത്തേക്കും ജനങ്ങൾ ഇളകുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ജനങ്ങൾ ഇങ്ങനെ വരുന്നു. അവന്മാരെ എല്ലാം പോലീസ് തല്ലി ഓടിക്കുന്നു. ഇവന്മാർ ഒരു തരത്തിൽ പിടിച്ചെന്നാലും എവിടെ നിന്നൊക്കെയോ കല്ലേറൊക്കെ കിട്ടുന്നുണ്ട്. പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി എങ്ങനെയൊക്കെയോ പോലീസ്, കാരണം ഇവന്മാരുടെ ഉത്തരവാദിത്വമാണല്ലോ, ഇവന്മാർ ഒരു പോറൽ പോലും പ്രതികളെ ഏൽപ്പിക്കാതെ ഇനി ജയിലിൽ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോകുന്നത് വരെ ഒരു പോറലും ഏൽപ്പിക്കാതെ ഇവരുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് നേരെ വണ്ടിയിൽ കയറ്റി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അലീനയും കൃഷ്ണമോളും. TV ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ. അലീന, കൃഷ്ണമോള്, മനു,
കമല, ഇവരൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അതായത് വൈജയും ബാലചന്ദ്രന്റെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ഒരു റൂമിലിരുന്നാൽ മാത്രം മതിയല്ലോ. പിന്നെ റൂമിലെത്തി വലിഞ്ഞ് കുറേ പേര് ഇങ്ങനെ വന്ന് നോക്കുന്നു, മാറി മാറി നോക്കുന്നു, പോകുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നത് പോലെ ഇതാണ് ബലാത്സംഗ വീരന്റെ അച്ഛൻ കിടക്കുന്ന റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് നോക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതനുഭവിച്ചാൽ മതി. പക്ഷെ ഈ പത്രവും അതുപോലെ TV ഒന്നും കാണേണ്ട കാര്യമില്ല. അതൊക്കെ വേണമെങ്കിൽ കണ്ടാൽ മതിയല്ലോ. പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയാതെ വെച്ചു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ TV ഇങ്ങനെ കാണിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കൃഷ്ണമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണമോളും അതെ, അലീന അതെ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ കിടന്ന് കരയും. അപ്പോൾ കൃഷ്ണമോൾ കരയുമ്പോഴത്തേക്കും ദേ രോഹിതേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുമ്പോഴത്തേക്കും മോളെ സാരമില്ല മോളെ, എന്ത് ചെയ്യാനാ, മോള് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ മനു ആ ഒരു TV വാർത്ത തന്നെ കണ്ടുകൊണ്ടിരിക്കുക. കമല വന്നിട്ട് നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്, നീ എന്തിനാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല കാണാം, അമ്മ വന്ന് കാണാം, അമ്മയുടെ മോനല്ലേ നിൽക്കുന്നത്, TV കണ്ടോ, എല്ലാ അവാർഡും മേടിച്ച് നിൽക്കുന്നത് കണ്ടോ, അയ്യോ അമ്മയ്ക്ക് അഭിമാനമില്ലേ, അഭിമാനം വേണ്ടേ അമ്മയ്ക്ക്? അല്ല അമ്മ പറയാറുണ്ടല്ലോ നാഴേക്ക് 40 വട്ടം അവൻ നല്ലവനാണെന്ന്. നല്ലവനായ ഉണ്ണീനെ വന്ന് കാണാനൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവൻ വന്നിട്ട് എന്താ മനു ഇത്, നീ എന്താ ഈ കാണിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞാലും അവൾ പ്രസവിച്ചതല്ലേ അവനെ, നീ അതൊന്നും മനസ്സിലാക്കും മനു, എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മോനാ, അതുപോലെ എൻ്റെ മോനാ, നിനക്കൊരു ഈ അവസ്ഥ വന്നാലും അവൾ ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ. അല്ലാതെ നീ കിട്ടിയ അവസരം അവളെ ഇട്ട് കുത്താതെ. കാരണം അവള് എത്ര ദുഷ്ടത്തി ആയിക്കോട്ടെ, നീചകി ആയിക്കോട്ടെ, വഞ്ചകി ആയിക്കോട്ടെ, മനസാക്ഷി ഇല്ലാത്തവളായിക്കോട്ടെ, അവളൊരു അമ്മയെ അത് നീ മനസ്സിലാക്കാൻ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ മനുവിന് അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറൊന്നും അല്ല, ഒരു ചെറിയൊരു ബോധം വരുന്നുണ്ട്. അതായത് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയാണല്ലോ. എത്ര ദുഷ്ടത്തിയാണെങ്കിലും നമ്മുടെ കമലയും ഒരു അമ്മയല്ലേ, കമലയും ഒരു അമ്മയാണ്. അപ്പോൾ അതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ ഒരു പരിധിയിൽ കൂടുതൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ TV വാർത്ത കണ്ടിട്ട് നമ്മുടെ വൈജിയോട് അവിടുത്തെ സിസ്റ്റേഴ്സ് വന്ന് പറയുന്നുണ്ട്, മകനെ TV കാണുന്നുണ്ട്, വേണമെങ്കിൽ ഇവിടുത്തെ TV ഓൺ ചെയ്ത് വെച്ചാൽ കാണാൻ മേഡം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കളിയാക്കി തന്നെയാണ് വൈജിയോട് പറയുന്നത്. അപ്പം വൈജ പറയുന്നുണ്ട് വേണ്ട TV ഒന്നും വെക്കണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല മേഡം, മേഡത്തിന് കാണണമെങ്കിൽ കാണാം. ഓ എങ്കിലും അവന്മാരാ പെങ്കൊച്ചിന് ചെയ്തേ, ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നതെന്ന് പറഞ്ഞ് ആ സിസ്റ്റർമാരും ഇങ്ങനെ കുത്തി പറയുന്നു. വൈജയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. വൈജയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുത്തശ്ശീനെ കാണിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ മനു കയറി ചെല്ലുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ മക്കളെ എന്തായി കാര്യങ്ങളൊക്കെ, ഞാൻ എങ്ങനെ അറിയുന്ന, ആരും എന്നോടൊന്നും പറയുന്നില്ല, എനിക്കിതൊക്കെ അറിയണ്ടേ, എന്തായി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താകാനാ മുത്തശ്ശി, അവന്മാരെ ഇന്ന് കോടതി ഹാജരാക്കുന്നുണ്ട്, ഒന്നെങ്കിൽ ജയിലിൽ പോകും, അതിനാണ് 100% ചാൻസ് അതിന് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി കരയാൻ തുടങ്ങി കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിയുടെയും കൊച്ചുമക്കൾ തന്നെയല്ലേ, ഒരു കൊച്ചുമക്കളല്ല, ഒരു കൊച്ചുമോനല്ല, 2 കൊച്ചുമക്കളാന്ന് ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ വല്ലാത്ത സങ്കടത്തോടു കൂടി കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്തിനാ മുത്തശ്ശി കരയുന്നത്, വെറുതെ കണ്ണീരൊലിച്ച് കളയേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളിങ്ങനെ കരയുന്നുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാർ എത്രമാത്രം കരയുന്നുണ്ടായിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ അമ്മയുടെ വളർത്തുദോഷമല്ലേ ഇതൊക്കെ. എല്ലാവരും കൂടി അവനെ വഷളാക്കി കളഞ്ഞു. മാത്രമല്ല രോഹിത്തിനെയും. എൻ്റെ പൊന്നു മനു, രോഹിത് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹരിയൊക്കെ ഇങ്ങനെ ചെയ്തെന്ന് നമുക്കത് അംഗീകരിക്കാൻ പറ്റും. കാരണം നമുക്കൊരു വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ രോഹിത് അവനും ഇത്രയ്ക്ക് വൃത്തികെട്ടവൻ അല്ലെങ്കിൽ കൊള്ളരുതാത്തവനായി പോയോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കൂട്ടുഹരിയുടെ കൂടെയല്ലേ, പിന്നെ എങ്ങനെ കൊള്ളരുതാത്തവനാകാതിരിക്കും? പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം അനിയനൊക്കെ തന്നെയാ. ഏതായാലും ജയിലിൽ പോയി അനുഭവിക്കട്ടെ, കുറച്ച് നാൾ അവിടെ കിടന്ന് കഴിയുമ്പോഴത്തേക്കും പഠിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത്. കോടതിയിൽ നമ്മുടെ രോഹിത് ഇനി എന്ത് പറയും? മിക്കവാറും കോടതിയിൽ നമ്മുടെ രോഹിത് ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അവിടെ നമ്മുടെ ഹരിയും പറയുമായിരിക്കും ഇവൻ ചെയ്തിട്ടുണ്ട്, ഇവന് കൂട്ട് നിന്നിട്ടുണ്ട് എന്ന്. ഏതായാലും നമ്മുടെ രോഹിത്തിൻ്റെ ആ ഒരു സ്വരം കേട്ടിട്ട് നമ്മുടെ അലീനയ്ക്കും അതുപോലെ എല്ലാവർക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട്. നമ്മുടെ രോഹിത്തിൻ്റെ കയ്യിൽ എന്തോ നിരപരാധിത്വം ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് നാളെ രാവിലെ വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ഡിലേ ആട്ടോ വിശേഷം ഇപ്പം നമുക്ക് കിട്ടാറില്ല രാവിലെ, അതുകൊണ്ടാട്ടോ ഞാൻ രാവിലെ ഇടാത്തത്. വേണമെങ്കിൽ എനിക്ക് രാവിലെ ഒന്നും കൂടി ഇടാം, പക്ഷെ വൈകിട്ട് പറഞ്ഞ കഥ തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിടണമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഇടാത്തത്. ചിലപ്പോൾ അത് വീണ്ടും കേൾക്കുന്നവർ തന്നെ ആയിരിക്കും കേൾക്കുന്നത്, ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ രാവിലത്തെ വിശേഷം. പിന്നെ ഇടയ്ക്ക് ഞാൻ അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. നാളെ പറ്റുമെങ്കിൽ ഞാൻ അപ്കമിങ് വിശേഷം പോസ്റ്റ് ചെയ്യാം കേട്ടോ. രാവിലെ അല്ല, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.